PV അൻവർ UDF-ലേക്ക് വരുന്നു എന്നുള്ള തന്നെ സൂചനകൾക്ക് അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾക്കിടയിലാണ് ഇപ്പോൾ PV അൻവർ പാണക്കാട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാണക്കാട്ടെത്തിയിരിക്കുന്നു PV അൻവർ. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് PV അൻവർ. അതിനുശേഷം പ്രതികരണമുണ്ടാകും. UDF-ലേക്കുള്ള രാഷ്ട്രീയ പ്രവേശ നീക്കം സജീവമാക്കുകയാണ് PV അൻവർ. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹത്തിന് ലഭിച്ച വലിയ സ്വീകരണം, തുടർന്ന് UDF നേതാക്കളുടെ പ്രതികരണം, കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം, അങ്ങനെ PV അൻവറിന് അവരുടെ പിന്തുണ. ഇന്ന് ലീഗ് മുഖപത്രം ചന്ദ്രികയടക്കം സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ എഴുതിയ മുഖപ്രസംഗം. അങ്ങനെ UDF രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുകയാണ് PV അൻവർ. പക്ഷെ അപ്പോഴും ചില ഭിന്നസ്വരങ്ങൾ ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ മാപ്പ് പറയണം PV അൻവർ എന്ന ആവശ്യം നേരത്തെ VT ബൽറാം മുന്നോട്ട് വെച്ചതാണ്. മാത്യു കുഴനാടൻ ഇന്നതിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഒട്ടതിരിഞ്ഞുള്ള എതിർ സ്വരങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പാണക്കാടെത്തി PV അൻവർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നത്. സമീർ ബിൻ കരീം തുടരുന്നുണ്ട്. സമീർ, പറഞ്ഞോളൂ. ഉന്മേഷ നിലവിൽ PV അൻവർ പാണക്കാട് സാദിഖ് അലി തങ്ങൾ കൂടിക്കാഴ്ച തുടരുകയാണ്. PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായും ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം UDF-ന്റെ പലയിടങ്ങളിൽ ചില ഒറ്റപ്പെട്ട സ്വരങ്ങൾ PV അൻവറിനെതിരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് VT ബൽറാം തന്നെ തുറന്നു പറഞ്ഞിരുന്നത് PV അൻവർ തിരുത്തി വരണം, അങ്ങനെയെങ്കിൽ സ്വീകരിക്കാം എന്നുള്ള തരത്തിലേക്ക്. അങ്ങനെ ഇതെല്ലാം തന്നെ ഒഴിയണം െല്ലാം തന്നെ നീങ്ങണമെങ്കിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ ശക്തമായ ഒരു പിന്തുണ PV അൻവറിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാണക്കാട്ടേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ PV അൻവറിനെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ അതുകൂടി കണക്കിലെടുത്തായിരിക്കണം PV അൻവർ ആദ്യഘട്ടത്തിൽ നേരെ പാണക്കാട്ടേക്ക് തന്നെ എത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തുന്നു. PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് താൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എത്തുന്നത് സ്വാഭാവികമായും താൻ അറസ്റ്റിലായ സമയത്ത് തനിക്ക് ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി അറിയിക്കാനാണ് എന്നുള്ളതായിരുന്നു. ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ നന്ദി അറിയിക്കാനായി താൻ പോകുമെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കളെയും അതോടൊപ്പം തന്നെ സഭാ മേലധ്യക്ഷന്മാരെയും ഒക്കെ തന്നെ PV അൻവർ നേരിട്ട് പോയി കാണുമെന്നും PV അൻവർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും നിലവിൽ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും പിണറായിസത്തിനെതിരെ താൻ ഇനി ഒറ്റയാൾ പോരാട്ടമല്ല, മറിച്ച് UDF-നൊപ്പം ചേർന്നുള്ള പോരാട്ടമായിരിക്കും താൻ നടത്തുക എന്ന് കഴിഞ്ഞ ദിവസം PV അൻവർ വ്യക്തമാക്കിയിരുന്നു. താൻ UDF-മായി സഹകരിച്ചും UDF-ന്റെ ഭാഗമായി കൊണ്ടായിരിക്കും താൻ മുന്നോട്ട് പോകുക എന്നും PV അൻവർ. ഇതോടുകൂടിയാണ് PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ അത് പുരോഗമിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വന്നത്. അതിന് പിന്നാലെ അദ്ദേഹം താങ്കളെ തള്ളി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും ഒരു സ്ഥിരമായി അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്നുള്ളതുമായിരുന്നു PV അൻവർ പറഞ്ഞത്. അങ്ങനെ സ്വാഭാവികമായും PV അൻവർ UDF നേതാക്കളെ മുഴുവനായും നേരിട്ട് തന്നെ കണ്ട് അവരോട് കൂടിക്കാഴ്ചകൾ നടത്തി പിന്തുണ എല്ലാം തന്നെ ഉറപ്പാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് നിലവിൽ പാണക്കാടെത്തി മുസ്ലിം ലീഗിന്റെയും പാണക്കാട് സാദിഖ് അലി തങ്ങളുടെയും പിന്തുണ PV അൻവർ ഉറപ്പാക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ തന്നെ PV അൻവർ വ്യക്തമാക്കിയതാണ് തനിക്ക് നന്ദി അറിയിച്ച മുഴുവൻ ആളുകളെയും താൻ നേരിട്ട് പോയി കാണുമെന്ന PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഏതായാലും PV അൻവർ ഇടതുപക്ഷവുമായി ഉടക്കിക്കൊണ്ട് പുറത്തേക്ക് വരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ PV അൻവർ ഉയർത്തിയ വിഷയങ്ങളിലൊക്കെ തന്നെ UDF-ന്റെ പല നേതാക്കളും PV അൻവറിനോട് യോജിച്ചിരുന്നെങ്കിലും ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവർ ഒരിക്കലും തന്നെ ആദ്യഘട്ടങ്ങളിൽ അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് പല ഘട്ടങ്ങളിലായി PV അൻവർ വിമർശനം ഉന്നയിപ്പോൾ വിമർശനത്തെ പിന്തുണച്ചെങ്കിലും അൻവറിനെ അനുകൂലിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. അതിന് ഏറ്റവും ഒടുവിൽ ചേലക്കര തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ വന്ന സമയത്ത് പിന്നീട് അത്തരം ഒരു അധ്യായം അടഞ്ഞു എന്നുള്ളതായിരുന്നു എല്ലാവരും തന്നെ വിലയിരുത്തുന്നത്. അതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം ഓഫീസ് മാർച്ചും അക്രമ സംഭവങ്ങളും അതിന് പിന്നാലെ ഉണ്ടായ PV അൻവറിന്റെ അറസ്റ്റുമെല്ലാം തന്നെ അതിന് പിന്നാലെയാണ് ഉണ്ടാകുന്നത്. അത് PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിതുറക്കുന്നു. PV അൻവർ തനിക്ക് ഒരു പോരാളി പരിവേഷം ലഭിച്ചു എന്നുള്ളതാണ് PV അൻവർ ഒപ്പം തന്നെ DMK-യും വിലയിരുത്തുന്നത്. അതിന് പിന്നാലെയാണ് UDF ചർച്ചകൾ, മുന്നണി പ്രവേശന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായത് എന്നുള്ളതാണ് PV അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ. അതിന് പിന്നാലെ മൊബൈൽ ഫോണിൽ എല്ലാ നേതാക്കളുമായി PV അൻവർ സംസാരിക്കുന്നു. നേരിട്ട് എല്ലാവരെയും കാണാൻ വേണ്ടി PV അൻവർ ഓരോ ഘട്ടങ്ങളിലായി പലയിടങ്ങളിലെ